ഇനി നമുക്ക് കുറച്ച് കൊച്ചു മിടുക്കികളെ പരിചയപ്പെടാം. നമ്മുടെ സിനിമയിൽ പറയില്ല അടിച്ചു കയറി വാ എന്നുള്ള ഡയലോഗ്, അതുപോലെ അടിച്ചു കയറി വന്ന കുറച്ച് കൊച്ചു മിടുക്കികൾ. നാഷണൽ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കികൾക്ക് 1ാം സ്ഥാനം ലഭിച്ചു. ഡൽഹിയിലെ ബാൽ ഭവനിൽ നടന്ന മത്സരത്തിലാണ് ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 30 കുട്ടികളാണ് ദേശീയ മത്സരത്തിൽ പങ്കെടുത്തത്. മാസങ്ങൾ നീണ്ട ഒരു പരിശീലനത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും ഒക്കെ ഫലമായാണ് ഈ നേട്ടം കുഞ്ഞുങ്ങൾ സ്വന്തമാക്കിയത്. केरला की इस गर्ल्स टीम को बहुत सारी शुभकामनाएं. പ്രോവിഡൻസ് ഗേൾസ് പക്ഷേ ഈ ഇയർ ഞങ്ങൾക്ക് സ്റ്റേറ്റും സോണിലും ഇപ്പോൾ നാഷണൽസും ഫസ്റ്റ് അടിക്കാൻ പറ്റി. അത്രയും ഹാപ്പിയാണ്, പ്രൗഡാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ കേരളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിജയം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ അത്രയ്ക്കും ഹോണേർഡാണ്. സി കെ വിജയൻ ചേരുന്നുണ്ട് തത്സമയം. സി കെ, ശരിക്കും കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്നുണ്ട്. ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നേടിയെടുത്ത വിജയമാണ്. ആ ഒരു സമ്മാനം കൈമാറുമ്പോൾ കുട്ടികൾ താഴെ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട്. നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ പോയി ഇത്ര വലിയൊരു നേട്ടം സ്വന്തമാക്കിയെന്നറിയുമ്പോൾ. തീർച്ചയായും അതെ. അത് സംസ്ഥാന തലം കഴിഞ്ഞ് സോണൽ തലം കഴിഞ്ഞിട്ടാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രൊവിഡൻസിന് 17 ടീമുകളെ തള്ളി, അതായത് ഇവർ 18 ടീമുകളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ ഈ 17 ടീമുകളെയും മറികടന്നാണ് അവർ 1ാം സ്ഥാനത്തെത്തിയത്. കാരണം ബാൻഡ് സംഘത്തിൻ്റെ ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മൾക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം സൂക്ഷ്മതയും കൃത്യതയും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ വേണ്ടി പറ്റൂ. ഈ 30 അംഗ ടീമും ഒരേ മനസ്സോടുകൂടി, ഒരേ താളത്തോടുകൂടി, ഒരേ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രൊവിഡൻസ് കോളേജിലെ കുട്ടികളുടെ ഈ ബാൻഡ് അവതരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തൊരു മനോഹരമായിരുന്നു അത്. എന്തുമാത്രം ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാൻഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ശബ്ദം മാത്രമല്ല, അതിൻ്റെ ഒരു യോജിപ്പുണ്ട്, ഒരു പ്രത്യേക സിംഫണി ഉണ്ട്. അതിൽ അവരുടെ ആക്ഷനുകളിലുണ്ട്, ശബ്ദത്തിലുണ്ട്, അതുപോലെ തന്നെ അവരുടെ മറ്റ് ചലനങ്ങളിലുണ്ട്. അതെല്ലാം തന്നെ അതിലൊരു നോക്കുകയാണെങ്കിൽ ഇവരുടെ വിജയം ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വിജയമാണ് എന്ന് അറിയുന്നു. അതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. കോഴിക്കോട് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം അത് അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ അധ്വാനം അത്രമാത്രം വലുതാണ്. ആ ആഹ്ലാദം നമ്മൾ നേരത്തെ കണ്ടതുമാണ്. ഏതായാലും ഇനിയും കൂടുതൽ ഒരുപക്ഷെ ഈ ഗൗരിനന്ദ, അതിൻ്റെ ക്യാപ്റ്റനായ ഗൗരിനന്ദ പറയുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായി പോയതാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ടാകണം ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം. അതിൻ്റെയും കൂടി വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇക്കൊല്ലം എന്തായാലും ആ വിജയത്തിലേക്ക് എത്തി. സി കെ പറഞ്ഞതുപോലെ ഒരാൾ മാത്രം മനസ്സിൽ വിചാരിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്നതല്ല. എല്ലാവരുടെയും മനസ്സും കൈയും ഒരുപോലെ ചയിക്കണം. അങ്ങനെ നേടിയെടുത്ത വിജയമാണ്. അതിനെന്തായാലും വലിയൊരു കയ്യടി.